ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ തന്നെയാ. ഞാൻ ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ അതിയായിട്ട് ഒരു ആഗ്രഹം സാധിച്ച് അവിടെ നിന്ന് ശരിക്കും പറഞ്ഞാല് റബ്ബിന്റെ റഹ്മത്തിലേക്ക് മടങ്ങിയ ഒരു ഒരു മോനെ കുറിച്ച് പറയാനാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാല് ഇത്രമാത്രം ഭാഗ്യം ചെയ്തൊരു മോനെ കിട്ടിയ ആ ഉമ്മാക്കും ഉപ്പാക്കും ശരിക്കും ഒരു ഭാഗ്യവാന്മാരാണ് അവരൊക്കെ. പക്ഷേ ഏതൊരു മുസ്ലിമായി ജനിച്ച ആളുകളുടെയും ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് മദീനത്തും മക്കത്തും ചെല്ലുക, അവിടെ നിന്ന് അവിടെ ചെന്ന് നമ്മുടെ വിഷമങ്ങളും നമ്മുടെ പ്രയാസങ്ങളും നമ്മുടെ സന്തോഷങ്ങളും ഒക്കെ അവിടെ ചെല്ലുക. പിന്നെ അവിടെ ചെന്ന് പ്രാർത്ഥിക്കുന്നതും ചിലപ്പോൾ ചില ആളുകള് ചിലപ്പോ പറയാൻ പറ്റില്ല, അള്ളാഹുവിന്റെ വിളിക്കുത്തരം നൽകാനുള്ള ഭാഗ്യം ചിലപ്പോൾ അവിടെ നിന്നായിരിക്കും കിട്ടുക. പക്ഷെ എത്രയോ കാശുള്ള ആളുകൾക്ക് പോലും ഇങ്ങനെ ആ ഒരു മദീനത്ത് ചെല്ലാനുള്ള ഒരു സമയം അല്ലെങ്കിൽ അങ്ങനെയൊന്നും എത്തിപ്പെടാൻ പറ്റാത്ത ഒരുപാട് ആളുകളുണ്ട്. പക്ഷെ ഇപ്പൊ ഞാൻ ഇവിടെ പറഞ്ഞു വരുന്നത് അൻസിൽ മോനെ കുറിച്ചിട്ടാണ് കേട്ടോ. എനിക്ക് ഇന്നലെ ഒരു വീഡിയോ റെക്കമെൻഡിൽ വന്നിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഞാനിങ്ങനെ കണ്ടു ഞാൻ എന്നിട്ടിപ്പോ എനിക്കിങ്ങനെ റെക്കമെൻഡ് വരുന്നതെന്നൊന്നും ഞാൻ ചിന്തിച്ചില്ല. വീഡിയോ റെക്കമെൻഡ് വന്നപ്പോ ഞാനത് നോക്കിയപ്പോ ആ മോൻ കുറച്ച് ഭിന്നശേഷിക്കാരനായ ഒരു മോനാണ്. അപ്പൊ ആ മോനും പിന്നെ കുറെ ആളുകളും ഒരു ഉസ്താദ് കണ്ടു. ഉസ്താദിന്റെ കാര്യം അന്വേഷിച്ചപ്പോ വലിയുദ്ദീൻ ഫൈസി വാഴക്കാട് ഉസ്താദാണ്. അപ്പം ആ ഉസ്താദും പിന്നെ കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഈ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും എനിക്ക് അറിയില്ല, ജസ്റ്റ് ഒന്ന് കണ്ടു. അത് കണ്ട് ആ കമന്റ് ബോക്സ് ഒന്ന് നോക്കിയതും അതിലൊരു ചോദ്യം ചോദിക്കാണ്, നിങ്ങൾ പോയില്ലേ, ഏത് പിന്നെ വിമാനത്താവളമാണത് എന്ന് ചോദിക്കുമ്പോൾ അവര് പറയുന്നുണ്ട് ഇത് കരിപ്പോട് വിമാനത്താവളമാണെന്ന് പറയുന്നു. അത് കഴിഞ്ഞിട്ട് എയർപോർട്ട് അത് പറഞ്ഞു. അത് കഴിഞ്ഞതും പിന്നെ തൊട്ട് താഴെ ചോദിക്കുന്നു നിങ്ങൾ എന്നാണ് വരിക. അപ്പൊ 22-ാം തീയതി വരും എന്നുള്ളൊരു മെസ്സേജ്, എന്താ പറയാ, ഒരു റീപ്ലൈയും കൊണ്ടു. അതിന്റെ തൊട്ട് താഴെ മെസ്സേജ് വന്നിരിക്കുന്നു, ഇനി അവൻ തിരിച്ചു വരില്ല, അവൻ മരിച്ചു എന്ന്. അപ്പൊ എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല. എനിക്ക് ഭയങ്കര വിഷമം തോന്നി വെച്ചാൽ ഭയങ്കര വിഷമം തോന്നി. അത് കഴിഞ്ഞ് ഞാൻ ഈ വീഡിയോ പിന്നെ ഞാൻ 2 മിനിറ്റ്, എനിക്ക് ഡീറ്റെയിൽസ് ഒന്നും അറിയുന്നില്ലല്ലോ, ഇവര് ആരാണ് എന്താണെന്നൊന്നും എനിക്കറിയില്ല. അൻസൽ മോൻ എന്നാണ് ആ മോന്റെ ചാനലിന്റെ പേര് കേട്ടോ. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, നിസ എന്ന് പറഞ്ഞിട്ട്. അവളുടെ ഇൻസ്റ്റാഗ്രാമിൽ ആ വീഡിയോ ഇട്ടിരിക്കണു. അതായത് ഇങ്ങനെ ഈ പൊന്നുമോൻ മരണപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പൊ തന്നെ എനിക്ക് ഭയങ്കര വിഷമം, ഷോക്കായി പോയി. കാരണം എല്ലാ ആളുകളുടെയും ആഗ്രഹം തന്നെയാണ് അല്ലാഹുവിന്റെ റഹ്മത്തിലേക്ക് മടങ്ങുന്നതും. അത് ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഭവനത്തിൽ മക്കയിലോ മദീനയിലോ വെച്ച് മരണപ്പെടുകയാണെങ്കിൽ അത്രയും വലിയ പുണ്യമാണെന്ന് എല്ലാവരും പറയുന്നുണ്ട്. പക്ഷെ എന്താ പറയാ, ജീവനതുല്യം സ്നേഹിക്കുന്ന ആ ഒരു മാതാവിനെ കണ്ടപ്പോ ആ വീഡിയോയിൽ ഫുള്ളും ആ ഉമ്മയും മോനും തന്നെയാണ് കേട്ടോ. അപ്പൊ അത് കണ്ടപ്പോ എനിക്ക് ഭയങ്കര ഫീലായി. അപ്പോൾ എന്തായാലും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഏറ്റവും വലിയ സങ്കടം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആ കുട്ടിന്റെ ഏറ്റവും വലിയ ആഗ്രഹം തന്നെയായിരുന്നു ഈ മദീനത്ത് ചെല്ലുക എന്നുള്ളത്. പക്ഷെ ഞായറാഴ്ച പുലർച്ചെ 3 മണിയാകുമ്പോൾ ആ മോൻ ശരിക്കും ആ പള്ളിയിൽ വെച്ചിട്ട് തന്നെയായിരുന്നു മരണപ്പെട്ടതെന്നാണ് അറിയാൻ സാധിച്ചത്. എന്തായാലും നിങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. ഇങ്ങനെയൊരു ഭാഗ്യമായിരിക്കും ആ കുട്ടിക്ക് വിധിച്ചിട്ടുണ്ടാവുക അല്ലെ. കാരണം ആ പൊന്നുമോനെ കുറിച്ച് പറയുമ്പോ എന്താ പറയാ, എന്റെ ആരും അല്ല, പക്ഷെ എനിക്ക് എന്തുകൊണ്ടാണ് ആ വീഡിയോ റെക്കമെൻഡ് വന്നതെന്ന് എനിക്കറിയില്ല. കാരണം അൻസിൽ മോൻ യാത്രയാകുന്ന ഒരു വീഡിയോ ആയിരുന്നു എനിക്ക് റെക്കമെൻഡ് വന്നത്. പക്ഷെ അൻസിൽ മോൻ മരണപ്പെട്ടു എന്നുള്ളത് സെക്കൻഡ്സിനുള്ളിൽ എനിക്ക് വരികയും ചിലപ്പോൾ അതൊരു വിധിയായിരിക്കാം, ഞാൻ മോനെ കുറിച്ച് വീഡിയോ ചെയ്യണമെന്നുള്ളത് ഒരു വിധി ആയിരിക്കാം. എന്തായാലും ഞാൻ ഇന്നലെ രാത്രി കണ്ടതാണ്, എപ്പോഴാണ് എനിക്കത് വീഡിയോ ചെയ്യാൻ സാധിച്ചത്. നിങ്ങൾ എല്ലാവരും ആ മോന് വേണ്ടി പ്രാർത്ഥിക്കണം. അവര് എപ്പം എത്തും എന്താണെന്നൊന്നും എനിക്കറിയില്ല, കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും എനിക്കറിയില്ല. എന്തായാലും നിങ്ങൾ പ്രാർത്ഥിക്കണം, പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം. നന്ദി, നമസ്കാരം.